എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്നൊരു ഹെയർ കെയർ ചെയ്യാം അല്ലേ? അപ്പം അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഹെയർ നന്നായിട്ട് ഓയിൽ ചെയ്യണം. നമ്മൾ താളിയൊക്കെ തൂക്കുന്നതിന് മുമ്പ് ഒന്ന് ഓയിൽ ചെയ്യുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആട്ടോ. ഞാൻ പാരച്യൂട്ടിൻ്റെ ഓയിലാണ് യൂസ് ചെയ്യാറ്. അതിലോട്ടൊരു വൈറ്റമിനിയുടെ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിക്കും. എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് വീക്കിലി ഒരു വൺസോ അല്ലെങ്കിൽ ട്വൈസോ അങ്ങനെയൊക്കെ ഞാൻ യൂസ് ചെയ്യാറ്. ഇത് ഒരു ഇവിയോണിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയുടെ ഒക്കെ യൂസ് ചെയ്യാം. ഇനി രണ്ടുകൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് തലയിൽ മസാജ് ചെയ്യുക. ഞാനിങ്ങനെ അളിച്ച് വാരി എണ്ണയൊന്നും തൂക്കത്തില്ല കേട്ടോ, എനിക്ക് പിമ്പിൾസ് വരും. അതുകൊണ്ട് അത്യാവശ്യം എണ്ണയൊക്കെ തൂക്കും. എന്നിട്ട് ഒരു 1 hour അതിനെ ഇങ്ങനെ ബൺ ചെയ്ത് സെറ്റാക്കി വെച്ചേക്കും. ഇനി നമുക്ക് താളിക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. സത്യം പറഞ്ഞാൽ താളിയുടെ മെയിനായിട്ടുള്ള സാധനം അലോവേര ആയിരുന്നു. പക്ഷെ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ അലോവേര ഉണങ്ങി കരിഞ്ഞ് നിൽക്കുന്നു ഗൈസ്. അതുകൊണ്ട് അലോവേര ഇല്ല. ബാക്കിയെല്ലാം നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. അപ്പോൾ അറിയാമല്ലോ, ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാം. താളി എന്ന് പറയുമ്പം ആദ്യത്തെ മെയിൻ സാധനം ചെമ്പരത്തിയുടെ ഇല തന്നെ ആയിരിക്കും. ചെമ്പരത്തിയുടെ ഇല എന്ന് പറയുമ്പോൾ എൻ്റെ മുത്തശ്ശിയൊക്കെ എപ്പോഴും പറയും, നമ്മുടെ ചുമന്ന ചെമ്പരത്തിയിലെ 5 ഇതളുള്ളത് അതിൻ്റെ ഇലയും പൂവൊക്കെയാണ് എപ്പോഴും താളിക്ക് നല്ലതെന്ന്. അപ്പം ഞാൻ അതാട്ടോ എടുത്തേക്കുന്നത്. പിന്നെ പേരയുടെ ഇല എടുത്തിട്ടുണ്ട്. പേരയുടെ ഇല ഡാൻഡ്രഫിനും ഹെയർ ഗ്രോത്തിനും അടിപൊളിയാണ് കേട്ടോ. നല്ല റിസൾട്ട് എനിക്ക് തരുന്നുണ്ട്. എൻ്റെ പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നി. പിന്നെ മുരിങ്ങയുടെ ഇല കേട്ടോ. മുരിങ്ങയുടെ ഇലയും സെയിം എഫക്റ്റ് തന്നെ. ഡാൻഡ്രഫിനും നല്ലതാണ്, അതുപോലെ തന്നെ ഹെയറിൻ്റെ ഗ്രോത്തിനും നല്ലതാണ്. പിന്നെ ഞാൻ കുറച്ച് തുളസി എടുത്തിട്ടുണ്ട്. ഇതെൻ്റെ മുട്ടുമാണ് കേട്ടോ. ഇതെൻ്റെ കുട്ടു. ഇവന്മാർ രണ്ടുപേരും എൻ്റെ പൂച്ചക്കുട്ടന്മാരാണ്. എൻ്റെ സ്വന്തം പെറ്റ്സാണ് ഗൈസ്. എൻ്റെ വീട്ടിലെ എൻ്റെ സ്വന്തം പെറ്റ്സ്. ഈ പോണത് മുത്തശ്ശി പൂച്ച, അതായത് ഇവരുടെ രണ്ടുപേരുടെ അമ്മയുടെ അമ്മ. ഇത് എൻ്റെ വീട്ടിലല്ല കേട്ടോ, അപ്പുറത്തെ വീട്ടിലെ. പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ഒരു വിസിറ്റൊക്കെ നടത്തിയിട്ട് ഇങ്ങനെ പോകും. ഇവരെല്ലാവരും എൻ്റെ താളിയുടെ പ്രിപ്പറേഷൻ കണ്ടിട്ട് ഞെട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ്, മെയിൻ സാധനം കേട്ടോ, ഉലുവ നമ്മൾ ശരിക്കും ഒരു 6 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം. എന്നാലാണ് നന്നായിട്ടൊന്ന് കുതിർത്ത് വരത്തുള്ളൂ. പക്ഷേ ഞാൻ 6 മണിക്കൂർ വച്ചിട്ടില്ല, എനിക്ക് അത്രയും ടൈം കിട്ടിയില്ല. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കുറേശ്ശെ അരയ്ക്കാം. ഞാനിപ്പോൾ ഓൾറെഡി ബൾക്കായിട്ട് ഉണ്ടാക്കണേ. ഞാനത് അരച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഒരു വീക്കിൽ 2 പ്രാവശ്യമൊക്കെ തലയിൽ തേക്കാറുണ്ട്. അപ്പം ഞാൻ കുറച്ച് വെച്ച് അരയ്ക്കുവാണ് ആദ്യം. അപ്പോൾ അത് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം നല്ലൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആട്ടോ. എനിക്ക് ഇത്രയും തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ഇഷ്ടമല്ല. ഞാൻ കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ച് ലൂസാക്കും. പിന്നെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളത്തിന് പകരം കഞ്ഞിവെള്ളം ഒഴിക്കണം നല്ലതായിരിക്കും. പക്ഷേ ഞാൻ എപ്പോഴും കഞ്ഞിവെള്ളം യൂസ് ചെയ്തില്ല. കഞ്ഞിവെള്ളം ഹെയറിനെ കുറച്ചൊന്ന് ഡ്രൈ ആക്കും. അവൻ്റെ ഓൾറെഡി ഡ്രൈ ഹെയറാണ്. ഇനി ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഞാൻ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും. അതിൽ ഞാൻ വെള്ളം ഒഴിച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും വെക്കുക. ഇനി ബാക്കി ഞാൻ ഇപ്പോൾ തലയിൽ തൂക്കാനുള്ളതിലിട്ടും വെള്ളം തന്നെ ഒഴിച്ച് കുറച്ച് ലൂസ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആട്ടോ എനിക്കിഷ്ടം. അപ്പം എനിക്ക് തലയിൽ തൂക്കാനൊരു ഇഷ്ടം. ഇനി നന്നായിട്ട് തലയിലൊക്കെ അങ്ങ് തേച്ച് പിടിപ്പിച്ചേക്കുക. എന്നിട്ടൊരു 1 മണിക്കൂർ അതിനെ അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുക. അപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വരാം ഗൈസ്, ബൈ. അപ്പോൾ അത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം എടുത്ത് പറയാം, ഇത് ശരിക്കും അരിച്ച് തൂക്കുന്നതായിരിക്കും നല്ലത്. ഡാൻഡ്രഫ് ഉള്ളവരൊക്കെ എന്തായാലും അരിച്ച് തന്നെ തൂത്താൽ മതി. പക്ഷേ എന്തോ എനിക്ക് അങ്ങനെ അരിച്ച് തൂക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ തൂക്കും. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇതാണ് അവസാനം ഫൈനലായിട്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം നല്ല മാറ്റമുണ്ട് ഗൈസ്. എൻ്റെ മുടി ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, നല്ല മാറ്റമുണ്ട്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ബൈ ഗൈസ്.